പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന കുറച്ച് ഹെഡ്ലൈനുകളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചില റെസ്ലേഴ്സ് ആയിരുന്നു കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിലൂടെ വിജയിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരവും ഈ ഒരു ഫെറ്റൽ ഫോർവേ മത്സരമായിരുന്നു. നിലവിലെ വുമൺസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച്, ചെൽസി ഗ്രീന്, അലക്സ ബ്ലിസ് തുടങ്ങിയവരായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കിങ് ഓഫ് ദ റിംഗ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് തുടങ്ങിയ ടൂർണമെൻറ്റുകളുടെ ഒരു സ്റ്റിപ്പുലേഷൻ നമുക്കറിയാം. ഇതിൽ വിജയിക്കുന്ന ടൂർണമെൻറ്റ് വിജയിക്കുന്ന റെസ്ലറിന് സമ്മർ സ്ലാമിൽ ഒരു ടൈറ്റിൽ ഷോട്ട്, ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിലവിലെ വുമൺസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ ഈ ടൂർണമെൻറ്റിലേക്ക് വന്നതേ ഒരു വിവാദമായിരുന്നു. ഇപ്പോൾ ഇതാ ആദ്യ റൗണ്ടിൽ ബെക്കി ലഞ്ചിനെ പോലെയുള്ള സൂപ്പർ താരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള അതേ ഫേറ്റൽ ഫോർവേയിൽ തന്നെ ഈ ലിവ് മോർഗൻ ചാമ്പ്യനായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ വിജയിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അടുത്ത വിവാദത്തിനാണ് തിരികൊളുത്തിയിട്ടുള്ളത്. അപ്പോൾ ലിവ് മോർഗൻ്റെ ഒരു വിജയത്തോടു കൂടിയിട്ടാണ് റോ എപ്പിസോഡ് ആരംഭം കുറിച്ചത്. രണ്ടാമത്തേത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ മത്സരമായിരുന്നു മെയിൻ ഈവൻറ്റിൽ നമുക്കിന്ന് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ഇത് ഗംഭീരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർ താരം സെത്ത് റോളിൻസ് വിജയിക്കുമെന്നാണ്. സെത്ത് റോളിൻസ് ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്നുള്ള നിലയിലാണ് വാർത്തകളും മറ്റ് അപ്ഡേറ്റ്സുമൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമെന്നോണം വമ്പൻ അട്ടിമറി ഈ ഒരു മത്സരത്തിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഓസ്റ്റിൻ തിയറി ആദ്യം റെഫറിയുടെ കാല് പിടിച്ച് വലിച്ചിടുന്നതും ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ സെത്തിനെ സ്പിയർ ചെയ്യുന്നതും ഈ ഒരു അവസരത്തിൽ ജിവോൺ എവൻസ് പിൻഫോളിലൂടെ റിക്കി സയൻസിനെ പിൻ ചെയ്ത് ഈ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നതും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സെത്ത് വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ദ വിഷൻ ടീം ഇടപെട്ടാൽ പോലും സെത്ത് അവരെയൊക്കെ അടിച്ചിട്ടുകൊണ്ട് അദ്ദേഹം അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമല്ല നടന്നത്. ജിവോൺ എവൻസ് ആണ് വിജയം കരസ്ഥമാക്കുന്നത്. ഇപ്പോൾ സ്മാക്ഡൗണിൽ ഡൊമിനിക് മിസ്റ്റീരിയോ വിജയിച്ചതുപോലെ തന്നെ വമ്പൻ അട്ടിമറിയാണ് ഈ ജിവോൺ എവൻസിൻ്റെ വിജയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ സെത്തിൻ്റെ അടുത്ത പോക്ക് എങ്ങോട്ട് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദ വിഷൻ ടീമിനെതിരെയുള്ള സ്റ്റോറി അവസാനിച്ചിട്ടില്ല. അതേസമയത്ത് റോമൻ റീൻസിനെതിരെ ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറിയും ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റോ എപ്പിസോഡ് പൂർണ്ണമായും സെത്തിൻ്റെ സ്റ്റോറി ലൈനെ കേന്ദ്രീകരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. പെൻഡ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. എന്നാൽ മത്സരശേഷം ഈ റൂസേവ്, ഈതൻ പേജ് തുടങ്ങിയവർ റെയ് മിസ്റ്റീരിയോയെ ആക്രമിക്കുന്നു. റെയ് മിസ്റ്റീരിയോ മാത്രമല്ല പെൻഡയെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ഡ്രാഗൻ ലീയെയും ഇവർ ആക്രമിക്കുന്നുണ്ട്. റെയ് മിസ്റ്റീരിയോയുടെ മാസ്ക് റൂസേവ് വലിച്ചൂരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ആക്രമണം തുടർന്നു. ഇനി എന്ത് എന്നുള്ളത് നമുക്ക് തോന്നിപ്പിച്ച ഒരു സമയത്താണ് ചാഡ് ഗാബിളിൻ്റെ ഒരു വരവ് അങ്ങോട്ടേക്ക് കണ്ടത്. ഈ റോ എപ്പിസോഡിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഈ ലൂച്ച ലിബ്രയെ കളിയാക്കിയതിനെ സംബന്ധിച്ച് റെയ് മിസ്റ്റീരിയോയുടെ മറ്റുമൊക്കെ മാപ്പ് ചോദിക്കുന്ന ചാഡ് ഗാബിളിൻ്റെ ഒരു സെഗ്മെൻറ്റ് കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാഡ് ഗാബിൾ വന്നിട്ട് റെയ് മിസ്റ്റീരിയോയെ രക്ഷിക്കുന്നുണ്ട്. റൂസേവ്, ഈതൻ പേജ് തുടങ്ങിയവരെ അടിച്ചിടുന്നുണ്ട്, റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇടുന്നുണ്ട്. ജർമ്മൻ സുപ്ലക്സ് എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. അതിനുശേഷം ആ മുഖംമൂടി എടുത്തുകൊണ്ട് റെയ് മിസ്റ്റീരിയോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാഡ് ഗാബിൾ ഈ മെക്സിക്കൻ റെസ്ലേഴ്സിനെ, ലൂച്ച കൾച്ചറുള്ള റെസ്ലേഴ്സിനെ കളിയാക്കിയതിനെ സംബന്ധിച്ചും അവർക്കെതിരെ നിന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു മാപ്പ് പറച്ചിലാണ് ഇപ്പോൾ ചാഡ് ഗാബിളിൻ്റെ സ്റ്റോറി ആക്കിയിട്ട് അവർ മെയിൻ റോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്രൗഡ് സപ്പോർട്ട് യൂറോപ്യൻ ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് ചാഡ് ഗാബിളിന് ലഭിക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് വരുമ്പോഴും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും ക്ലിക്കായിട്ടുള്ള ഒരു കഥാപാത്രവും സ്റ്റോറി ലൈനുമായിരുന്നു എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന് പറയുന്ന സ്റ്റോറിയിലൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള അട്ടിമറികളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സിലൂടെയും റോ എപ്പിസോഡ് ഇന്ന് സംഭവബഹുലമായി എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.